ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ പരിസര പഠനം വിഷയത്തിൽ വരുന്ന 7ാമത്തെ പാഠമാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേര് ദിക്കറിയാം നാടറിയാം എന്നാണ്. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് 4 പരിസര പഠനം നോക്കിയാൽ കാണാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് 129ാമത്തെ പേജ് മുതലാണ് എടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു കേരളത്തിൻ്റെ ഭൂപടം തന്നിട്ടുണ്ടല്ലോ. ഈ ഒരു ഭൂപടം പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ജില്ലകളുടെ പേരും തന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ദിശകൾ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും മെയിനാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ദിശകൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്കാണ്, എസ് സൂചിപ്പിക്കുന്നത് സൗത്ത് ആണ്, അതായത് തെക്ക്. ഈസ്റ്റ് കിഴക്കാണ്, വെസ്റ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആണ്, പടിഞ്ഞാറാണ്. ഈ ദിശകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒക്കെ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. താഴെ പെട്ടിയിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ചിഹ്നങ്ങൾ തന്നിട്ടുണ്ടല്ലോ. ഈ ചിഹ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടത്തിൻ്റെ ഉള്ളിൽ കാണാവുന്നതാണ്. ഈ ചിഹ്നങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ പെട്ടിയിലാക്കി തന്നിട്ടുള്ളത്. ഇവിടെ ഓറഞ്ച് ഒരു വിമാനത്തിൻ്റെ ചിഹ്നം സൂചിപ്പിക്കുന്നത് വിമാനത്താവളം എന്നാണ്. ഉദാഹരണത്തിന് പറയാണ്, ഇവിടെ നോക്കിക്കേ, എറണാകുളം ജില്ലയിൽ ഈ ഒരു ചിഹ്നമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? എറണാകുളം ജില്ലയിൽ വിമാനത്താവളമുണ്ട്. പിന്നെ നിങ്ങൾക്ക് കപ്പലിൻ്റെ ഒരു ചിഹ്നം തന്നിട്ടുണ്ട്. അത് തുറമുഖമാണ്. കറുത്ത നീളത്തിലുള്ള കട്ടിയുള്ള വര സംസ്ഥാന അതിർത്തിയാണ്. കറുത്ത നേരിയ വര ജില്ലാ അതിർത്തിയാണ്. ഇനി ഒരു കറുത്തൊരു വട്ടം ജില്ലാ കേന്ദ്രമാണ്. ചുവപ്പ് നിറമുള്ള കുത്തുകൾ, ഡോട്ട്സുകൾ റെയിൽവേ ആണ് സൂചിപ്പിക്കുന്നത്. നമുക്കിവിടെയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിൻ്റെ ഏതു ദിക്കിലാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത്? ഇത് നിങ്ങൾ മുൻപേ തന്നിട്ടുള്ള ഭൂപടം നോക്കിയിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. ഇവിടെ ദിശകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിശകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണല്ലോ ദിശകൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത്, ഇവിടെ ഭൂപടത്തിൽ എവിടെയാണ് അറബിക്കടൽ എന്ന് തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ അറബിക്കടലാണെന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഭൂപടത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് അറബിക്കടൽ വരുന്നത്. ഇടത് ഭാഗം എന്ന് പറയുന്നത് ഏത് ദിശയാണ്? വെസ്റ്റ്, ഡബ്ല്യു എന്നാണ് തന്നിട്ടുള്ളത്. അതായത് പടിഞ്ഞാറ് ദിശയാണ് അല്ലേ? അറബിക്കടൽ പടിഞ്ഞാറ്, കേരളത്തിൻ്റെ പടിഞ്ഞാറ് ദിശയിലാണുള്ളത്. നിങ്ങൾ അവിടെ ഉത്തരമായിട്ട് പടിഞ്ഞാറ് എന്ന് എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ജില്ല ഏത്? തെക്ക് എന്ന് പറയുന്നത് താഴെ ഭാഗമാണ്. ഏറ്റവും താഴത്ത് ഏത് ജില്ലയാണ് വരുന്നത്? അവിടെ തിരുവനന്തപുരം. ഏറ്റവും താഴെയുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം ആണ്. സോ നിങ്ങൾ അവിടെ ഉത്തരമായിട്ട് തിരുവനന്തപുരം എന്ന് എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെ? ആദ്യം നിങ്ങൾ ആ പെട്ടിയിൽ ബോക്സിൽ വിമാനത്താവളത്തിൻ്റെ ചിഹ്നം ഏതാണെന്ന് നോക്കുക. ഇവിടെ ഇതാണല്ലോ ചിഹ്നം. എന്നിട്ട് നിങ്ങൾ ഏതൊക്കെ ജില്ലയിലാണ് ഈ ഒരു ചിഹ്നം കൊടുത്തിട്ടുള്ളതെന്ന് നോക്കുക. നമുക്ക് മുകളിൽ നിന്ന് നോക്കാം. ഇവിടെ കാസർഗോഡ് ഇല്ല, കണ്ണൂരുണ്ട്. പിന്നെ വരുന്നത് മലപ്പുറത്താണ്. പിന്നെ എറണാകുളം വരുന്നുണ്ട്. പിന്നെ വരുന്നത് തിരുവനന്തപുരത്താണ്. സോ ഇവിടെ 4 ജില്ലകളിലായിട്ടാണ് വരുന്നത്. നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക: കണ്ണൂർ, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, തുറമുഖമുള്ള ജില്ലകൾ ഏതൊക്കെയെന്ന്. തുറമുഖത്തിൻ്റെ ചിഹ്നം ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഇവിടെ ഒരു കപ്പലിൻ്റെ ഒരു ചുവപ്പ് നിറമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഏതൊക്കെ ജില്ലകളിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് നോക്കിക്കേ. ഇവിടെ കോഴിക്കോടുണ്ട്. പിന്നെ നമുക്ക് എറണാകുളത്ത് കാണാം. പിന്നെ തിരുവനന്തപുരം. ഈ 3 ജില്ലകളിലാണ് വരുന്നത്. സോ നിങ്ങൾ അവിടെ ഉത്തരമായിട്ട് എഴുതി കൊടുക്കുക: കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഇവിടെ റെയിൽപാലം ഇല്ലാത്തതാണ് ചോദിച്ചത്. സോ നമുക്ക് ഏതൊക്കെ ജില്ലകളിലാണ്
ഈ റെയിൽ പാലത്തിൻ്റെ ചിഹ്നം ഇല്ലാത്തത് എന്നാണ് നോക്കേണ്ടത്. ഇവിടെ റെയിൽവേയുടെ ചിഹ്നം നോക്കിക്കേ, ചുവപ്പ് നിറമുള്ള കുറച്ച് ഡോട്ട്സ് ആണ്, കുറച്ച് കുത്തുകളാണ് അല്ലേ. അത് ഏതൊക്കെ ജില്ലകളിലാണ് ഇല്ലാത്തത്? ഇവിടെ തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, കോട്ടയത്തുണ്ട്, ഇടുക്കിയിലില്ല. പിന്നെ ഏതാണ് ഇല്ലാത്തത് വരുന്നത്? വയനാടില്ല. മറ്റെല്ലാ ജില്ലകളിലുമുണ്ട്. സോ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് റെയിൽവേ ഇല്ലാത്തത് ഇടുക്കി, വയനാട് എന്നീ ജില്ലകളാണ്. അടുത്ത ചോദ്യം, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെ? ഇവിടെ നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്തായിട്ട് തമിഴ്നാട് എന്ന് അടയാളപ്പെടുത്തിയിട്ടത് കാണാം. സോ ഇവിടെ അതിർത്തി എന്ന് പറയുന്നത് ഇതാണല്ലോ, കറുത്ത വരയാണ് അതിർത്തി എന്ന് പറയുന്നത്, ജില്ലയുടെ അതിർത്തി എന്ന് പറയുന്നത്. അത് തമിഴ്നാടുമായി പങ്കിടുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇത്രയും ജില്ലകളാണ്. അതായത് വയനാട്, മലപ്പുറം, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. സോ ഇത്രയും ജില്ലകളുടെ പേരുകൾ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, ഏതെല്ലാം ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്? ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജില്ലകൾക്കാണ് കടൽ തീരം വരുന്നത്. അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ 9 ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്. കണ്ടെത്തിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി കേരളത്തെക്കുറിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, കേരളത്തിലെ നദികൾ. ധാരാളം വയലുകളും അരുവികളും കായലുകളും നദികളുമുള്ള ഭൂപ്രദേശമാണ് കേരളം. ഇവ കേരളത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിൽ 44 നദികളുണ്ട്. കേരളത്തിൽ എത്ര നദികളാണുള്ളത്? 44. ഈ 41 നദികളും പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. ഇവിടെ നദികൾ ഒഴുകുന്നതിൻ്റെ ദിശയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 44 നദികളാണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത്. അതിൽ 41 പടിഞ്ഞാറ് ഭാഗത്തോട്ട്, പടിഞ്ഞാറ് ദിശയിലോട്ടാണ് ഒഴുകുന്നത്. ബാക്കി 3 നദികൾ കിഴക്ക് ദിശയിലേക്കാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളും അവ ഉദ്ഭവിക്കുന്ന ജില്ലകളും അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും കണ്ടെത്തൂ. ഇതാണ് അടുത്ത പേജിലെ ഭൂപടത്തിന്റെ ചിത്രം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? വലതു ഭാഗത്തേക്കാണല്ലോ. സോ ഇവിടെ വലതു ഭാഗത്തേക്കായിട്ട് ഒഴുകുന്ന 3 നദികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കബനി നദി, ഭവാനി നദി, പാമ്പാർ നദി. ഈ 3 നദികളും ഉത്ഭവിക്കുന്ന ജില്ലകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കബനി നദി ഉത്ഭവിക്കുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ്. പിന്നെ ഭവാനി നദി ഉത്ഭവിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. സോ ഇവിടെ നമ്മൾ 3 നദികൾ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന 3 നദികളും പിന്നെ അത് ഉത്ഭവിക്കുന്ന ജില്ലകളും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഉത്തരമായിട്ട് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തൊരു ചോദ്യമാണ്, കൂടുതൽ നദികളും പടിഞ്ഞാറോട്ടൊഴുകുന്ന കാരണം എന്തായിരിക്കും? ചർച്ച ചെയ്യൂ. നമ്മൾ പറഞ്ഞു 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറ് ഭാഗത്തേക്ക്, പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഒഴുകുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. ആകെ 3 മാത്രമേ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്നുള്ളൂ അല്ലേ? അതെന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളാണ്. ഈ മലകൾ പടിഞ്ഞാറോട്ട് ചെരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മഴവെള്ളവും നദികളും സ്വാഭാവികമായി പടിഞ്ഞാറോട്ട് കടലിലേക്ക് ഒഴുകുന്നു. ഓക്കെ. ഇനി അടുത്തത് കായലുകൾ. കേരളത്തിൽ വലുതും ചെറുതുമായ 34 കായലുകളുണ്ട്. അതിൽ 27 കടലുമായി ബന്ധപ്പെട്ടാണുള്ളത്. 7 ഉൾനാടൻ ജലാശയങ്ങളാണ്. തന്നിരിക്കുന്ന ഭൂപടത്തിൽ ചില നദികളും കായലുകളും അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. നമ്മൾ ഈ ഭൂപടത്തിൽ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളെ പരിചയപ്പെട്ടു അല്ലേ? ഇവിടെ നീല നിറത്തിലുള്ള ചെറിയ വരകളിലെ നേർത്ത വരകൾ, അതാണ് നദിയെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു പർപ്പിൾ കളറിലുള്ള കട്ടിയുള്ള വരകൾ എന്താണ്? കായലുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. സോ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളും തന്നിട്ടുണ്ട്, കുറച്ച് കായലുകളും തന്നിട്ടുണ്ട്. അടുത്തത് നിങ്ങൾക്ക് താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്.
ഒന്നിലധികം ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെ? ഉത്തരം പമ്പയാർ, പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർപ്പുഴ. ഇനി അടുത്തത് ഒരു ജില്ലയിൽ മാത്രം ഒഴുകുന്ന നദികൾ ഏതൊക്കെ? ഉത്തരം കരമനയാർ, പാമ്പാർ, ഭവാനി, കബനി നദി, വളപ്പട്ടണം പുഴ, മഞ്ചേശ്വരം പുഴ. അടുത്ത ചോദ്യം, നദികളും കായലുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്, അതെ, വ്യത്യാസമുണ്ട് അല്ലേ. അടുത്ത പേജിൽ നിങ്ങൾക്കൊരു കോളം തന്നിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസങ്ങൾ എഴുതാനാണ് നദികൾ, കായലുകൾ. ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നദികൾ എങ്ങനെയാണ്? നീളത്തിൽ ഒഴുകുന്നതാണ്. കായലുകൾ പരന്നു കിടക്കുന്നു. ഇനി ബാലൻസ് ബാക്കി 2 പോയിന്റ്സ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതാം. മലയിൽ നിന്ന് കടലിലേക്ക് ഒഴുകുന്നു നദികൾ. കായലുകൾ കടലിനോട് ചേർന്ന് കെട്ടി നിൽക്കുന്ന ജലാശയമാണ്. നദി എന്ന് പറയുന്നത് ഒഴുകുന്ന ജലമാണ്. കായൽ അധികം ഒഴുക്ക് ഇല്ലാത്ത ജലമാണ്. മധുര ജലമാണ് നദി. കായൽ എന്ന് പറയുന്നത് ഉപ്പ് വെള്ളവും മധുരജലവും കലർന്നതാണ്. നദിയുടെ ഉദാഹരണമാണ് പെരിയാർ, ഭാരതപ്പുഴ. കായലുകൾക്ക് ഉദാഹരണമാണ് വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ്സ് നിങ്ങൾ അവിടെ ടെക്സ്റ്റ് ബുക്കിലെ കോളത്തിലേക്ക് എടുത്ത് എഴുതി കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ബാലൻസ് ആയിട്ട് കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇതുവരെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായിട്ട് പറയുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.